എടാ പാമ്പ് കടിച്ച എന്നെ ഇടിവെട്ടി. പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. പഴഞ്ചൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത്. അല്ലേ? ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത്? എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാനും അവസ്ഥയിലാണ്. നിനക്കെന്താ അവസ്ഥ? അല്ല, മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ. ഫ്ലാഷ് ബാക്ക്. വോൾട്ടർ ലോപ്പസ് ഗുഹുക്കി, സാക്ഷാൽ മെഗാസ്റ്റാർ മമ്മൂക്ക. ഈ വാൾട്ടർ, ഈ പുലി വരുന്നേ എന്ന് പറയുന്ന പോലെയാണ് ഈ സിനിമയിൽ വാൾട്ടറിനെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പുലി വരുന്നു ഭീഷണിയേ ഉള്ളൂ, പുലി ഇല്ല. കോമഡി പീസ് എന്ന് പറയുന്നത് അസല് കോമാളി ക്യാരക്ടർ. കോമാളി അതിന് എന്താ പുള്ളി ഒന്ന് കാണിച്ചു പോയേക്കുന്നേ? ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. അതിന് കറക്റ്റ് ബസൂക്ക 2.0. സത്യമായിട്ട് പറയാം, വാൾട്ടർ ആശാനെ ഈ രീതിയിൽ അവതരിപ്പിക്കരുതായിരുന്നു. അത് താനല്ല തീരുമാനിക്കാം. ഇപ്പൊ ഞാൻ പറയണേനാണ് ഈ കള്ളപ്പോർക്കിന് കുഴപ്പം. ഈ വാൾട്ടറിന്റെ പിള്ളേര്, വാൾട്ടറിന്റെ വാച്ച്, വാൾട്ടറിന്റെ ട്രൗസർ, വാൾട്ടറിന്റെ ചെട്ടി എന്ന് പറഞ്ഞ് ഇയാൾ ഇവിടെ ഉള്ളവർ മുഴുവനും ഭ്രാന്ത് പിടിപ്പിക്കും. വാൾട്ടർ ആണ് ഫസ്റ്റ് ഹാഫ് ഫുള്ള്. വാൾട്ടർ. ഇതിനൊരു കണക്കുണ്ട്. കേട്ട് ഞാൻ മടുത്തു. ബ്രേക്കിംഗ് ബാഡിൽ പോലും ഇത്രയും വാൾട്ടർ വൈറ്റ് കേട്ടിട്ടില്ല. ഇതിനൊരു ന്യായം വേണ്ടേ? അത്രയ്ക്ക് ബോറായിരുന്നു. അത്രയ്ക്ക് ബോറല്ല, പരമ ബോറായിരുന്നു. ഓരോ സീനിലും വാൾട്ടർ. എന്നിട്ടോ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്ന പോലെ എവിടെ എന്തോ വന്നു എങ്ങോട്ടോ പോയി. മിസ്കാസ്റ്റ് ആയ പോലെ തോന്നി എനിക്ക് ആ ക്യാരക്ടർ. അത് എന്തോ അല്ല, ഈ സെക്രട്ടറി ഇതെന്തിരിപ്പാ? എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? നിങ്ങളൊരു തീരുമാനം എന്തെങ്കിലും പറയുന്നത്? എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അങ്ങനെയാ തോന്നിയത്. കാമിയോന്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല. കാരണം അവന്മാര് അമ്മമാര് പൊളിയെ പൊളിച്ചോണ്ട്. അതെ അതിന്റെ ഇടയില വേറൊരിത്. എന്തിന് ഇതൊരു കാമിയോ ശരിക്കും ആവശ്യമില്ലായിരുന്നു. പക്ഷെ കൊണ്ടുവരുമ്പോ കുറച്ചും കൂടി അടിപൊളിയാക്കി കൊണ്ടുവരായിരുന്നു. വളരെ ശരിയാണ് കേട്ടോ. അവരെ ഇഷ്ടം. പക്ഷെ എനിക്കത് വർക്കായില്ല. എനിക്ക് ഒട്ടും അത് വർക്കായില്ല. വേണ്ടായിരുന്നു. ഭയങ്കര മോശമായി പോയി. എനിക്കും തോന്നി. ഇരവിക്കെന്താ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് പോലെ. ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. എന്താ പറയാ, നാറ്റിച്ച് നാനാവിധമാക്കി കളഞ്ഞു. ആളുകൾ കളിയാക്കി ചിരിക്കുക. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. Oh boy, you are so naive. ഞാൻ പറഞ്ഞല്ലോ, പഴഞ്ചൻ രീതികൾ, പലരും നടന്ന വഴികൾ ഒന്നും എനിക്കിഷ്ടമല്ല. അതാണ് എനിക്ക് വെറൈറ്റിയോടാണ് താല്പര്യം. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. അതായത് മമ്മൂക്കയുടെ കോസ്റ്റ്യൂം വളരെ മോശമാണ്. പിന്നെ വിഗ് വളരെ മോശമാണ്. കാക്ക ഷോക്കടിച്ച് വീണ് ലോറി കയറി പരന്ന് ഉണങ്ങിയ സാധനം തല മതി. രാവിലെ ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. പിന്നെ സ്ലാങ് വളരെ മോശമാണ്. ഡയലോഗ് ഡെലിവറി വളരെ 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 മോശമാണ്. ഒറ്റ വാക്കി പറഞ്ഞ ഇത് ശവക്കല്ലറ പോലെയാ. അകത്ത് കംപ്ലീറ്റ് ചീഞ്ഞ് കിടക്കുക, പുറത്ത് നല്ല പെയിന്റും. ഞാനൊക്കെ ഒരു ബിഗ് ബിയിലെ മമ്മൂക്കയെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് മാമാങ്കത്തിലെ മമ്മൂക്കില്ല സാരി എടുത്ത് വരുന്ന സെറ്റപ്പ് അത് വന്നെങ്ങനെയുണ്ട്? ആ രീതി ഒരു കൺവെൻഷൻ കൂടി എഴുതാൻ ബാക്കിയുണ്ടായിരുന്നു. സത്യം പറയുള്ളൂ. ബസൂക്കയുടെ അതേ മാനറിസംസ് ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. അതായത് നാവ് കടിക്കുക, പല്ലിളിക്കുക, കണ്ണുരുട്ടുക. ഇവനെ കൊണ്ട് എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാരണങ്ങൾ വന്ന് മുമ്പിൽ പെടും. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? അധികം നീ ഇവിടെ എനിക്ക് വരുന്ന കരിക്ക് ഇത് വെച്ച് മോദപ്പെട്ട കുത്തിയാൻ വെച്ചു. ചുമ്മാ ഇത് എല്ലാമേ ചുമ്മാ. ഈ വോൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത് എന്താണ്, ഇയാള് ഈ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഹീറോയാണ്. ഇടയ്ക്കാലത്ത് അയാൾ നാട് വിട്ടുപോയിരുന്നു. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഞാൻ പൊതുവേ പറഞ്ഞതാ. അയാൾ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളൊന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. എന്നിട്ട് പുള്ളിയെ കൊണ്ടുപോയിട്ട് പാരലൈസ്ഡ് ആയിട്ട് പിന്നെ വീൽചെയറിലിരിക്കുന്ന സായികുമാറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മമ്മൂക്കനെ കൊണ്ടച്ചങ്ങ് ഇരുത്തി. എന്നിട്ട് പുള്ളി ഇരുന്ന് ഇങ്ങനെ അടി കാണോ. ദാസാ, ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടുന്ന് പോയ കാലത്തുള്ള കൊച്ചി ഭാഷയൊക്കെയാണ് ഇയാൾ സംസാരിച്ചോണ്ടിരുന്നത്. അത് ഇപ്പൊ കൊച്ചിയിലുള്ള ഭാഷയിലല്ല അയാൾ സംസാരിക്കുന്നത്. കുറെ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഡയലോഗ് ഡെലിവറി വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാ പുള്ളി പറയുന്നേ? അതായത് ആ ഫോർട്ട് കൊച്ചി സ്ലാങ്ങില് എന്തൊക്കെയോ പറയാ. ആ ഭാഷ സംസാരിക്കാനും ആ രൂപം വരുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കോമഡിയാണോ ഉദ്ദേശിച്ചത് അതോ മാസാണോ ഉദ്ദേശിച്ചത്? പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. ഇത്രയും ആയ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാമല്ലോ. ഇവര് പറയുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കയ്യിൽ നിന്നൊന്നും കൊണ്ടുപോയില്ല. നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ? എനിക്കറിയാൻ പാടില്ല, ഞാൻ വരുന്ന വഴിക്കേണ്ടതാണ്.
അപ്പൊ ഇവര് പറഞ്ഞു ചെയ്തു, അത് എന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. നല്ല ഭേഷായിട്ടങ്ങ് കഴുകി കൈ കഴുകിന്ന്. ഓ അങ്ങനെ. അങ്ങനെയുണ്ട് പരിപാടി. ഒന്ന് ഷോക്കായി ഇല്ലടാ. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. ഇട്ടേച്ച് പോതരാ. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ. ഈശ്വര, ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ? ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. അഭിനയ ജീവിതത്തിന്റെ 5 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ അർഹിച്ച അംഗീകാരമായി പത്മഭൂഷൺ പുരസ്കാരം തേടിയെത്തിയിരിക്കുന്നു. ഇതിൽ കൂടെ ഇനി എന്താ വേണ്ടേ? എന്താടാ കൈയടിക്കാത്ത? കൈ കൊടിഞ്ഞു പോയാ? ഹാപ്പി ആയില്ലേ മിസ്സോ? നീ ഹാപ്പി അല്ലേ? എനിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോഴേ സന്തോഷമായി. ഇത് സന്തോഷിക്ക വേണ്ടുന്നാൾ എല്ലാവരും ആടണം പാടണം. ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാം. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഒന്ന് പോടപ്പാ.